ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ലീഗ് കിരീടം ഇന്ത്യയ്ക്ക്. ഫൈനലിൽ ലാറയുടെ വെസ്റ്റ് ഇൻഡീസിനെ തകർത്തത് 6 വിക്കറ്റിന്. അമ്പാട്ടി റായിഡുവിന് അർദ്ധ സെഞ്ചുറി. വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന് മനീഷ ഈഷ മാത്യു ചേരുന്നു. മനീഷ്, ഒരു സന്തോഷ വാർത്തയാണ്. തീർച്ചയായും അഞ്ജലി, എപ്പോഴും ഇന്ത്യൻ ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ തന്നെ ഇന്ത്യ കിരീടം നേടുമ്പോഴൊക്കെ തന്നെ ഇന്ത്യൻ ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷം പകരുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് കഴിഞ്ഞ 2 ICC ടൂർണമെന്റുകളും വിജയിച്ചു നിൽക്കുന്ന നമ്മുടെ ടീമാണ്. T20 ലോകകപ്പ് ആണെങ്കിലും അവസാനം നടന്ന ചാമ്പ്യൻസ് ട്രോഫി ആണെങ്കിലും വിജയിച്ചത്. അതുപോലെ തന്നെ പ്രത്യേകത ഉള്ളതാണ് മാസ്റ്റേഴ്സ് ലീഗ് എന്ന് പറയുന്നത്. നമ്മുടെ ലെജൻഡ് ആയിട്ടുള്ള താരങ്ങളെല്ലാം തന്നെ പങ്കെടുക്കുന്ന ഒരു ടൂർണമെന്റ്. ആ ടൂർണമെന്റിന്റെ പ്രഥമ ലീഗാണ് ഈ കഴിഞ്ഞത്. ഇതിനു മുമ്പ് പലപ്പോഴായി വേൾഡ് ചാമ്പ്യൻഷിപ്പ് അങ്ങനെ പല തരത്തിലുള്ള പേരുകളിൽ ഇതിനു മുമ്പ് ഈ ടൂർണമെന്റുകൾ നടത്തപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇതിനൊരു പൂർണ്ണമായ ഒരു ഫോർമാറ്റിലേക്ക് ഒരു ടൂർണമെന്റ് നടക്കുന്നത് ആദ്യമായിട്ടാണ്. ശ്രീലങ്ക, ഓസ്ട്രേലിയ, ദക്ഷിണാഫ്രിക്ക, വെസ്റ്റ് ഇൻഡീസ് അടക്കമുള്ള ടീമുകൾ പങ്കെടുത്തുകൊണ്ട് 6 ടീമുകൾ പങ്കെടുത്തുകൊണ്ട് ഒരു ടൂർണമെന്റ് നടക്കുന്നത് ആദ്യമായിട്ടാണ്. ആ ലീഗിലെ പ്രഥമ മത്സരത്തെ പ്രഥമ കിരീടം തന്നെ നേടാൻ ഇന്ത്യക്ക് സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ടോസ് നഷ്ടപ്പെട്ടാണ് ഇന്ത്യ ബോളിംഗിലേക്ക് ഇറങ്ങുന്നത്. ആദ്യം ബാറ്റ് ചെയ്ത വെസ്റ്റ് ഇൻഡീസ് ഡെയിൻ സ്മിത്തിന്റെയും അതുപോലെ തന്നെ ലിൻഡൻ സിമൺസിന്റെയും മികച്ച പ്രകടനത്തിലാണ് 148 എന്നൊരു സ്കോറിലേക്ക് എത്തുന്നത്. ഇന്ത്യക്ക് വേണ്ടി സൂര്യകുമാർ യാദവും വിനയകുമാർ 3 വിക്കറ്റും അതുപോലെ തന്നെ നദീം 2 വിക്കറ്റും നേടി അവരെ ഒരു 142 എന്ന് പറഞ്ഞ റൺസിലേക്ക് പിടിച്ചു കെട്ടുന്നു. അവിടെ നിന്നാണ് ഇന്ത്യ ബാറ്റിംഗിലേക്ക് ഇറങ്ങുന്നത്. ഇന്ത്യ ബാറ്റിംഗിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്കും നമുക്കറിയാം സച്ചിൻ ടെണ്ടുൽക്കറൊക്കെ ഈ അദ്ദേഹത്തിന് 50 വയസ്സോട് പകർന്നു. പക്ഷെ ഇപ്പോഴും ആ കാണിക്കുന്ന ക്രിക്കറ്റിനോട് കാണിക്കുന്ന ഒരു സ്പിരിറ്റ്, അല്ലെങ്കിൽ അദ്ദേഹം കളിക്കുന്ന ഓരോ ഷോട്ട്സിനുണ്ടെങ്കിൽ ഒരു മനോഹാരിതയൊക്കെ വീണ്ടും നമുക്ക് കാണാൻ കഴിഞ്ഞ ഒരു ഇന്നിംഗ്സ് ആയിരുന്നു ഈ ഇതിലും ഉണ്ടായത്. കേവലം 18 പന്തുകളിൽ സച്ചിൻ 25 റൺസാണ് അടിച്ചു കൂട്ടിയത്. അതും 2 4ഉം 1 6ഉം അടക്കമുള്ളത്. ആ 6 അടിച്ചവും അതുപോലെ തന്നെ 4 അടിച്ചവും ഷോട്ടുകളൊക്കെ അതിമനോഹരമായിരുന്നു. അതിനൊപ്പം തന്നെ സച്ചിന്റെ വിക്കറ്റ് പോയപ്പോൾ ഒരു വശത്ത് ഉറച്ചത് അമ്പാട്ടി റൈഡുമാണ് ഇന്ത്യക്ക് ഒരു അനായാസമായ വിജയം ഒരുക്കുന്നത്. 50 ബോളുകളിൽ 3 6ഉം 9 4ഉം അടക്കം 74 റൺസാണ് അമ്പാട്ടി റൈഡ് നേടുന്നത്. പിന്നാലെ ഗുൽക്രീത് 14 റൺസുമായി മടങ്ങി. അതിനു പിന്നാലെ യൂസുഫ് പട്ടാൻ 0-ന് പുറത്താകുകയും ചെയ്തു. പക്ഷെ അപ്പോഴും അവസാന പന്തുകളിൽ സുബട്ട് ബിന്നി 9 പന്തുകളിൽ നേടിയ 16 റൺസ് ഇന്ത്യക്ക് ഒരു അനായാസ വിജയം നൽകുകയായിരുന്നു. മറുവശത്ത് 11 പന്തിൽ 13 റൺസും യുവരാജ് സിംഗ് ഉണ്ടായിരുന്നു. ഈ ഒരു ടൂർണമെന്റ് നോക്കുകയാണെങ്കിൽ ഈ ഒരു ടൂർണമെന്റിൽ ഉടനീളം ഇന്ത്യയുടെ ആധിപത്യം അത് വ്യക്തമായിരുന്നു. കാരണം ഈ ലെജൻസ് ആണ് കളിക്കുന്നത്, അവർക്ക് പ്രായമായിട്ടുണ്ട്. പക്ഷേ ഈ പ്രായമായതൊന്നും തന്നെ അവരുടെ ആരുടെയും പ്രകടനത്തെ ഒരു തരത്തിലും ബാധിച്ചില്ല എന്നുള്ളതാണ്. അതിപ്പോൾ ഏത് ടീമിന്റെ എടുത്തെങ്കിലും അത് അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പോൾ ഈ മത്സരത്തിൽ തന്നെ അവസാന ഓവർ എടുക്കും, അതായത് ഒരു 13-12 ഓവറുകളൊക്കെ എടുക്കുമ്പോഴത്തേനും വെസ്റ്റ് ഇൻഡീസിന്റെ ടീം ബെസ്റ്റും അതുപോലെ തന്നെ യുവരാജ് സിംഗും തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുന്ന സാഹചര്യം പോലും ഉണ്ട്. അതാണ് കളിയുടെ ഒരു സ്പിരിറ്റ് എന്ന് പറയുന്നത്. ആ മത്സരത്തിന്റെ ആവേശത്തിൽ ഇരുവരും തമ്മിലുണ്ടാകുന്ന ഒരു വാക്കേറ്റവും അതിന്റെ പേരിൽ നടക്കുന്ന വെല്ലുവിളികളും ഒക്കെ ഇപ്പോൾ നടക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന താരങ്ങൾക്കിടയിൽ വ്യക്തമാണ്. വിവരങ്ങൾ നൽകിയത് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് മനീഷ ഈഷ മാത്യു ആണ്.